എടാ ഭയങ്കര എന്തൊക്കെന്നാണ് നീ അവളോട് കാച്ചിയത്? ചുമ്മാ. ഏതായാലും നീ അവളോട് നേരിട്ട് വരാൻ പറഞ്ഞ നന്നായി. എനിക്കും കൂടി അവളെ ഒന്ന് കാണാലോ. അമ്മായിമ്മ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? നീ വണ്ടിയെടുത്തേ കളികളാട്ടാ. വരന്മാര് ആവശ്യമുണ്ട്, ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ പരസ്യമല്ലേ? ഇപ്പൊ തെറ്റി വായിച്ചെന്നിട്ട് ദൈവമേ. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട്. താൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ആ ശരി. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. മാറിയിരുന്നേക്കാം. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ആറന്മുള. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നൊക്കെ സോപ്പ് കൊടുത്തേക്കണോ? എന്ത് സോപ്പാണ് സാർ? പറ്റിലെഴുതിക്കോളാം. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അങ്ങനെ മാറിക്കടോ. ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? കോയി ബാത് നഹീ. ഇപ്പോഴാ ഓർത്തത്. ബാത്റൂമിൽ പോയില്ല. ഓഹോ. ഇത് മതി, എനിക്കൊന്നുമില്ലടാ എന്ന് പറഞ്ഞ അങ്ങനെ ഈ വീട്ടില് ഒരൊറ്റക്കയം മതി. നോക്കി നടക്കേയില്ല. അയ്യോ ഇതെന്തു പറ്റി? കയ്യൊന്നിടറി. ആണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പോയ കാര്യം എന്തായി? അതോ, അത് ഞാൻ പുല്ല് പോലെ സോൾവ് ചെയ്ത് അല്ലേ? ദൈവമേ, ഈ കൊടയുടെ തുണി എന്തേ? ഇതാ സേട്ടുവിന്റെ പടിയല്ലേ? ഇത് ഒടിച്ചിട്ട് പോന്ന കൊടയാട് നേരത്തെ എടുത്തതാ, മാറിപ്പോയതാ. ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കേസ് വരും. അയ്യോ ആ പെണ്ണ് കൂടെ ഉള്ളത് വനിതാ പോലീസ് ആണാവോ? ഇത് നിങ്ങളുടെ വീടായിരുന്നോ? ദയവേത് എന്നെ പോലീസിൽ പിടിപ്പിക്കരുത്, അറിയാതെ എടുത്തതാ. അത് ശരി. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു വഴക്കൊന്നും വേണ്ട കുട്ടി. ഞാൻ അതിനൊന്നുമല്ല വന്നത്. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മയമ്മല്ലേ? നിനക്ക് അങ്ങനെ തന്നെ കാണോടാ. മോളെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാനാ. പക്ഷെ എന്റെ കൈക്ക് വയ്യല്ലോ. അയ്യോ, ഞങ്ങൾക്കിന്ന് പ്രോഗ്രാം ഉള്ളതാ. മോള് വിഷമിക്കണ്ട, എന്നെക്കാളും നന്നായിട്ട് മെഹന്തി ഇടാൻ ഇവനറിയാം. എന്തോ? നീ എങ്ങോട്ടാ? എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നീ ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് പോയാ മതി. ബൈ ദ ബൈ, അയാൾ മണവാളൻ. മൈലാഞ്ചി ഞാൻ ഇട്ടാ മതിയോ? സാറിനറിയാവോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ. വേണ്ട, ഓ, ഈ മരങ്ങോടൻ ഇട്ടാ മതി. അതെ, എന്റെ പേര് മരങ്ങോടൻ എന്നല്ല. അതെന്തോ ആകട്ടെ, ഇയാൾക്ക് പറ്റുമോ ഇല്ലയോ? എന്റെ റേറ്റ് കുറച്ച് കൂടുതല, 1000 രൂപ വരും. ഓക്കെ, ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോ? ഓട്ടോ പോകാനല്ല കാർ ഇരിക്കുന്നത്. മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലം ഇല്ലാണ്ടാ. വേണ്ട വേണ്ട വേണ്ട, കിളി വേണ്ട. വേണ്ടേ? എടോ, ഞാൻ തനിക്കൊരു 33,000 രൂപ തരാനുണ്ടാ. ഞാൻ ആ 33,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വരുമ്പോ താൻ മുങ്ങിയ ഞാനെന്ത് ചെയ്യും? താങ്ക് യു സാർ. കിളി വേണം, കിളി വേണം. കയറിക്കോ. ഫ്രണ്ടിൽ കയറിയാ മതി. പോട്ടെ. ആ